ആമത്തെ ഉപദേശം മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ഫായിദത്തുർ റാബിയ, ഉസ്താദേ അങ്ങിൽ നിന്ന് എനിക്ക് കിട്ടിയ നാലാമത്തെ ഉപദേശം ഏതെന്നറിയുമോ? ഇന്നി റഅയ്തു ബഅദൽ ഖൽഖി, ഞാനതാ അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ചില ജനങ്ങളിലേക്ക് ഞാനങ്ങ് നോക്കുമ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്തെന്നറിയുമോ? അന്ന ശറഫഹു വ ഇസ്സഹു ഫീ കസറത്തിൽ അഖ്വാമി വൽ അശാഇരി. എത്രയോ ആളുകള് അവരാഗ്രഹിക്കുന്നത്, അവർ ഇവിടെ പവർ കാണിക്കുന്നത് ഇവിടുത്തെ സമ്പത്തിലാണ്. ചില ആളുകൾ ഇങ്ങനെ വാദിക്കുന്നു, എനിക്ക് കുറേ സ്വത്തുണ്ട്. കുറെ ആൾ വാദിക്കുന്നു, എനിക്കിവിടെ അധികാരമുണ്ട്. ചില ആളുകൾ വാദിക്കുന്നു, എനിക്ക് കുറേ സന്താനങ്ങളുണ്ട്. അങ്ങനെ സന്താനങ്ങളെ കൊണ്ട് പവർ പറയുന്ന പലരുമുണ്ട്. സമ്പത്തിൻ്റെ, മുതലിൻ്റെ, അഹങ്കാരത്തിൻ്റെ ഹുങ്കിൽ ജീവിക്കുന്ന പലരുമുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഹുങ്കിൽ ജീവിക്കുന്നവർ പലരുമുണ്ട്. അങ്ങനെ ഇവിടെ പല നിലക്കും അധികാരങ്ങൾ കാണിക്കുന്ന, പല നിലക്കും ഇവിടെ അഹങ്കാരം കാണിക്കുന്നവരുണ്ട്. വലിയ വലിയ ആളാകാൻ നോക്കുന്നവരുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ അവരുടെ വിചാരം ഇത് വലിയ അഭിമാനമാണെന്നാണ്. ചിലർ വിചാരിക്കുന്നത് എന്താണ്? ഇവിടെ അക്രമം നടത്തി, ഗുണ്ടായിസം നടത്തി, ഞാൻ വലിയ ഗുണ്ടയാണ്, ഞാൻ വലിയ തല്ലിക്കാരനാണ്, ഞാൻ ഇവിടെ വലിയ ശക്തിയുള്ളവനാണ് എന്ന് അഹങ്കാരം കൊള്ളുന്നവരുണ്ട്. പല നിലക്കും പലരും പല നിലക്കുമാണ് അഭിമാനം കൊള്ളുന്നത്. ആക്രമിച്ചിട്ട് അഭിമാനം കൊള്ളുന്നവരുണ്ട്, ഇവിടെ ബുദ്ധിമുട്ടിച്ചിട്ട് അഭിമാനം കൊള്ളുന്നവരുണ്ട്, സമ്പത്ത് കൊണ്ട് അഭിമാനം കൊള്ളുന്നവരുണ്ട്, അധികാരം കൊണ്ട് അഭിമാനം കൊള്ളുന്നവരുണ്ട്. എന്നിട്ടതാ മഹാനവറുകൾ പറയുന്നു, ഇതെല്ലാം കണ്ടപ്പോൾ ഫതഅമ്മൽതു ഫീ ഖൗലിഹി തആല, ഞാൻ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ വാചകമൊന്ന് ചിന്തിച്ചു. അല്ലാഹ് പറഞ്ഞില്ലേ, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹുവിൻ്റെ അടുക്കൽ ദുനിയാവിൽ എന്തുണ്ടായിട്ടെന്ത് കാര്യം? ദുനിയാവിലെ സ്ഥാനമാനങ്ങളൊന്നും സ്ഥാനമാനങ്ങളല്ല, ദുനിയാവിലെ അധികാരങ്ങളൊന്നും അധികാരമല്ല, ദുനിയാവിലെ ഇസ്സത്തൊന്നും ഇവിടെ ഇസ്സത്തല്ല, ദുനിയാവിലെ അഭിമാനങ്ങളൊന്നും അഭിമാനമല്ല. മറിച്ച് എവിടെയാണ് നമുക്ക് അഭിമാനം വേണ്ടത്? ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹുവിൻ്റെ അടുക്കൽ, റബ്ബിൻ്റെ അടുക്കൽ, രാജാതിരാജനായ റബ്ബിൻ്റെ സമീപത്ത്, അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാന്യനാരെന്നറിയുമോ? ഏറ്റവും ഉത്തമരാരാണെന്നറിയുമോ? അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു ഉമ്മ, ആ ഉമ്മ ഇങ്ങനെ നടന്നു വരുമ്പോൾ ചെറിയ കുഞ്ഞു ഉമ്മയുടെ കയ്യിലുണ്ട്. മുല കുടിക്കുന്ന കുഞ്ഞാണ്. ആ ചെറിയ മുല കുടിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് ഉമ്മ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു മനുഷ്യനതാ കുതിരപ്പുറത്ത് വന്നുകൊണ്ട് ഇങ്ങനെ ഇറങ്ങുന്നു. ആ മനുഷ്യൻ ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി നൂറുകണക്കിന് ആളുകളുണ്ട്. അവനെ വല്ലാതെ നിലയ്ക്ക് തടിച്ചുകൂടി ആളുകൾ സ്വീകരിച്ചു. എന്നിട്ടതാ വലിയ സ്വീകരണങ്ങൾ കൊടുത്തു. ആ സമയത്ത് ഈ ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅൽ ഇബ്നീ മിസ്ലഹു, പടച്ചവനെ എൻ്റെ ഈ കുഞ്ഞുമോനെ നീ അവനെ പോലെ ജനങ്ങൾ സ്വീകരിക്കുന്ന ആളാക്കണേ അല്ലാ. ഈ ദുആ ചെയ്തപ്പോൾ ആ മുല കുടിക്കുന്ന ചെറിയ കുഞ്ഞവിടെന്ന് സംസാരിക്കുന്നു, ബാവാ മൂതുവിന്നി കുതുബായി വന്നോവർ ബാനം മാതേളിയിലും കെളിമീകച്ചോവർ. ബാപ്പന്റെ മുതുകുന്ന് വരുമ്പോ തന്നെ ഔലിയാക്കളായ മഹാന്മാരില്ലേ, മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാ റഹ്മാദുൽ കബീർ എന്ന് ചൊന്നോവർ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ ഇത് കാണാം.
ഇങ്ങനെ ധാരാളം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അങ്ങനെ സംഭവിക്കും. അത് ഖുർആനിലുണ്ട്. ഇതൊന്നും എതിരല്ല. ഇതൊക്കെ പറയുമ്പോൾ കളിയാക്കുന്ന ചില കൂട്ടരുണ്ട്. നിങ്ങൾ ഖുർആനിലേക്ക് നോക്കൂ. ബഹുമാനപ്പെട്ട മറിയം ബീബി റളിയല്ലാഹു അൻഹ പ്രസവിച്ചപ്പോൾ മറിയം ബീവി എങ്ങനെയാണ് ഗർഭിണിയായത്? ഒരു പുരുഷന്റെ ബന്ധത്തിലല്ല, മറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അവിടുത്തെ പള്ളിയിൽ ഓതിക്കൊടുത്തു. അള്ളാഹുവിന് കഴിയുമല്ലോ, റബ്ബിന് കഴിയാത്ത ഒന്നുമില്ലല്ലോ. ആ മറിയം ബീവി ഗർഭം ചുമന്നു, പ്രസവിച്ചു. ആ സമയത്ത് നാട്ടുകാർ മുഴുവനും ആക്ഷേപിച്ചു, കളിയാക്കി, മറിയമേ നിന്റെ ഉമ്മ നല്ല പെണ്ണായിരുന്നു, നീ ഒരു വ്യഭിചാരിയായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മറിയം ബീബിയെ വല്ലാതെ ആക്ഷേപിച്ചപ്പോൾ മറിയം ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, നിങ്ങൾ എന്നൊന്നും പറയണ്ട, ആ തൊട്ടിൽ കിടക്കുന്ന ചെറിയ ചോരക്കുഞ്ഞിനോട് നിങ്ങൾ ചോദിച്ചോ. അവര് ചോദിച്ചു, തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിക്കുകയോ? പറയേണ്ട താമസം. ആ തൊട്ടിൽ കിടക്കുന്ന ഈസബിന് മറിയം, ആ ഈസാ നബി അലൈഹിസ്സലാമാകുന്ന ചെറിയ ചോരക്കുഞ്ഞവിടുന്ന് സംസാരിക്കുന്നു. ഇന്നി ആതാനിയൽ കിതാബാ, എനിക്ക് അല്ലാഹു തആല കിതാബ് തന്നിട്ടുണ്ടെന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വജഅലനീ നബിയാ, എന്നെ അല്ലാഹു നബിയാക്കിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ചോരക്കുഞ്ഞായ ഈസാ നബിയാണ് പറയുന്നത്, എന്നെ അല്ലാഹു നബിയാക്കിയിട്ടുണ്ട്, ഉമ്മന്റെ പള്ളയിൽ തന്നെ ഞാൻ നബിയാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്ക് ഇങ്ങനെ സംഭവിക്കാം, അത് ഖുർആനിലുണ്ട്. ഇത് ഔലിയാക്കൾക്കും സംഭവിക്കാം. ഇങ്ങനെ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുതലായ റമളാനിൽ 30 നാളിലും മുലകൂടിക്കും കാലം മുലനെ തോടാതോവർ. ആ മുല കുടിക്കുന്ന കാലഘട്ടത്ത് 30 ദിവസവും പകൽ സമയത്ത് മുല കുടിച്ചില്ല. കാരണം ആ കുട്ടിക്കാലത്തന്നെ വിലായത്തിൻ്റെ ആ വലിയ അസർ അവരിലുണ്ടായിരുന്നു. ഇങ്ങനെ ഔലിയാക്കൾക്ക് സംഭവിക്കാം. ഈ കുഞ്ഞിങ്ങനെ ഉമ്മദ്വാരുന്നു, പടച്ചവനെ ഇങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന മനുഷ്യനെ പോലെ എൻ്റെ കുഞ്ഞുമോനെ ആക്കണേന്ന് ദ്വാരുന്നപ്പോൾ ആ ഉമ്മ ആ ചെറിയ കുഞ്ഞ് ദ്വാരക്കുന്നു, അല്ലാഹുമ്മ ലാ തജഅൽനീ മിസ്ലഹ്, പടച്ചവനെ എന്നെ നീ അവനെ പോലെ ആക്കല്ല അല്ലാ. ഇങ്ങനെ പോയി നടന്നുപോയി അല്പനേരം കഴിയുമ്പോൾ കുറച്ച് ദൂരത്ത് പോകുമ്പോൾ ഒരു പെണ്ണ്, ആ പെണ്ണിനെ എല്ലാരും കൂടി ആക്ഷേപിക്കുന്നു, കല്ലെറിയുന്നു, ഉപദ്രവിക്കുന്നു. സനൈതി സനൈതി, നീ വ്യഭിചരിച്ചു എന്ന് പറയുന്നു. ആ പെണ്ണാണെങ്കിലോ ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് എന്നുള്ള ദിക്ർ ഇങ്ങനെ ചൊല്ലുകയാണ്. ഈ ഉമ്മദ്വാരുന്നു, പടച്ചോനെ ജനങ്ങളെല്ലാവരും കൂടി കല്ലെറിയുന്ന, ആക്ഷേപിക്കുന്ന, കുറ്റം പറയുന്ന, ചീത്ത പറയുന്ന ഈ പെണ്ണിനെ പോലെ അല്ലാഹുമ്മ ലാ തജഅലി ബിനി മിസ്ലഹാ, എൻ്റെ മോനെ നീ അവളെ പോലെ ആക്കല്ല റബ്ബേ എന്ന് ദ്വാരുന്നു. ആ സമയത്ത് ആ കുഞ്ഞു ദ്വാരക്കുന്നു, അല്ലാഹുമ്മ ജഅൽനീ മിസ്ലഹാ, പടച്ചവനെ എന്നെ നീ അവളെ പോലെ ആക്കണേ അല്ലാ. ഉമ്മ അത്ഭുതപ്പെട്ട് ചോദിച്ചു, എന്തേ മോനെ നീ ഇങ്ങനെ ദ്വാരുന്നത്? നല്ല ജനങ്ങൾ സ്വീകരിക്കുന്ന, ആദരിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോ എന്നെ അവനെ പോലെ ആക്കണേന്ന് ദ്വാരുന്നപ്പോ നീ വേണ്ടാന്ന് ദ്വാരുന്നു. ഈ പെണ്ണിനെ കല്ലെറിയുന്ന, ആക്ഷേപിക്കുന്ന, കുറ്റം പറയുന്ന പെണ്ണിനെ കണ്ടപ്പോ അവളെപ്പോലെ എൻ്റെ മോൻ ആക്കല്ല എന്ന് ദ്വാരുന്നപ്പോ അവളെപ്പോലെ ആക്കണേന്ന് ദ്വാരുന്നു. ആ കുഞ്ഞു പറയുന്നു, ഉമ്മാ ആദ്യം കണ്ട മനുഷ്യനുണ്ടല്ലോ, ജനങ്ങളുടെ ഇടയിൽ അവനിക്ക് സ്ഥാനമുണ്ട്, ജനങ്ങൾക്കിടയിൽ അവനിക്ക് വിലയുണ്ട്, ജനങ്ങളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷേ അവൻ്റെ ഹൃദയം നിറയെ കിബിറാണ്, അഹങ്കാരമാണ്, അസൂയയാണ്, വിദ്വേഷമാണ്. അവൻ അതാ മനസ്സ് നാറിയവനാണ്. റബ്ബിൻ്റെ അടുക്കൽ അവനിക്ക് ഒരു സ്ഥാനവുമില്ല, റബ്ബിൻ്റെ അടുക്കൽ അവനിക്ക് ഒരു വിലയുമില്ല. അവൻ അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവനാണ്. ഉമ്മ
രണ്ടാമത് ഉമ്മ കണ്ട ആ പെണ്ണുണ്ടല്ലോ, അവൾ നിരപരാധിയാണ്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഉമ്മ. പക്ഷേ ജനങ്ങൾ ആരോപണം പറഞ്ഞ് ആ പെണ്ണിനെ കുടുക്കിയതാണ്. ജനങ്ങൾ മുഴുവനും കുറ്റം പറയുന്ന കല്ലെറിയുന്ന ആ പെണ്ണുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവളാണ്, വലിയ പദവിയുള്ളവളാണ്. അതുകൊണ്ട് ഉമ്മ, ജനങ്ങളുടെ ഇടയിലല്ല എനിക്ക് സ്ഥാനം വേണ്ടത്, അള്ളാഹുവിൻ്റെ അടുക്കലാണ് സ്ഥാനം വേണ്ടത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളവർ നിങ്ങളിൽ തഖ്വയുള്ളവരാണ്, സൂക്ഷ്മതയുള്ളവരാണ്.